സ്ത്രീയുടെ മാഹാത്മ്യത്തിൻ്റെ വെട്ടം നിറഞ്ഞ വഴികളിലൂടെ ഇന്ന് ഒന്ന് സഞ്ചരിക്കുവാൻ ശ്രമിച്ചു നോക്കാം. ഒന്ന്, ഒരു സ്ത്രീക്ക് ചുറ്റുമുള്ള സ്വരങ്ങൾ, പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരുടെ സ്വരങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഒരു പൊക്കിൾക്കൊടി ബന്ധം ഇവർ സ്ഥാപിക്കുന്നത് നിമിത്തം അവരുടെ കുഞ്ഞുങ്ങൾക്കോ മറ്റോ എന്തെങ്കിലും തരത്തിലുള്ള ആപത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വരം എത്ര അകലത്തിൽ നിന്നാണെങ്കിലും അമ്മമാർക്ക്, സ്ത്രീകൾക്ക് പൊതുവെ കേൾക്കുവാൻ സാധിക്കും. റിച്ച്മണ്ട് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷണം, ഒരു സ്ത്രീ അമ്മയായി തുടങ്ങുന്നതോടുകൂടി അവളുടെ പക്വതയും പാകതയും ധൈര്യവും സ്ഥലകാല ബോധവും പെട്ടെന്നങ്ങ് വർദ്ധിക്കുകയായി. ഓക്സിറ്റോസിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടോ എൻഡോർഫിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടോ പെട്ടെന്ന് ചുറ്റിലുമുള്ള ലോകത്തോട് കുറച്ചുകൂടി ആത്മാർത്ഥമായ ആഴമുള്ള ബന്ധം സ്ഥാപിക്കുന്നവളായിട്ട് ഒരു സ്ത്രീ മാറുന്നു. രണ്ടാമതായിട്ട്, സ്ത്രീകൾക്ക് 20% വർണ്ണങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവ് കൂടുതലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച്. ജനറ്റിക് മ്യൂറ്റുവേഷൻ സംഭവിക്കുന്നതുകൊണ്ട് വരുന്നൊരു മാറ്റമാണിത്. ശരിയല്ലേ? ഈ സാധാരണഗതിയിൽ കളർലെസ് ആയിട്ടുള്ള ഒരു കളറുമില്ലാത്ത ലോകത്തിലേക്ക് സ്ത്രീകൾ കടന്നു വരുമ്പോൾ പെട്ടെന്ന് കളർഫുള്ളായി എല്ലാ കാര്യങ്ങളും മാറുന്നുണ്ട്. ഒരു വീട്ടിലേക്കൊരു പെണ്ണ് വരുന്നത് വെട്ടമായിട്ടാണല്ലോ. ആ വീട്ടിൽ പൂന്തോട്ടം ഒരുങ്ങുകയായി, പൂക്കളും കനികളും കനിവും എല്ലാം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഇതേ സ്ത്രീ തന്നെ ഒരു പക്ഷേ ഉള്ള വെട്ടങ്ങളൊക്കെ കെടുത്തിക്കളഞ്ഞെന്നും വരാം. അത് ചുരുക്കം ചില ആളുകളുടെ കഴിവായിരിക്കാം. കെട്ടതാണോ, സ്വയം കെട്ടുപോയതാണോ, കെടുത്തിക്കളഞ്ഞതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ചില സ്ത്രീകളൊക്കെ വെട്ടം കെടുത്തിക്കളയുന്നുണ്ടാകാം. പക്ഷെ പൊതുവെ വെട്ടവും വർണ്ണങ്ങളും വാരി വിതറുന്നവരാണ് സ്ത്രീകൾ. ഇനി സ്ത്രീകളുടെ കൃഷ്ണമണി പുരുഷന്മാരുടെ കൃഷ്ണമണികളെക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ അവർ കാണേണ്ടതും കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ കൃത്യമായി കാണുന്നുണ്ട്. പുരുഷന്മാരെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ 19 പ്രാവശ്യം അവരിങ്ങനെ കണ്ണ് ചിമ്മുന്നുണ്ട്. കണ്ണ് ചിമ്മൽ പോലും വിസ്തൃതമാക്കി കണ്ണിനെ മാറ്റിക്കൊണ്ട് കാഴ്ച കുറച്ചുകൂടി ഹൃദ്യമാക്കലാണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ കാണേണ്ടതെല്ലാം കാണുന്നുണ്ട്. പുരുഷന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത് അണുബോംബിനെ കുറിച്ച് ഉച്ചത്തിൽ ചർച്ച ചെയ്ത് തൊണ്ട വെറുതെ മോശമാക്കി കളയുന്ന നേരത്ത് ഒരു പെണ്ണ് ചുറ്റുമുള്ള കാഴ്ചകൾ അണുവിട തെറ്റാതെ എല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഉള്ളിൽ സംഭരിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് ഉൾക്കണ്ണിൻ്റെ വെട്ടം വളരെ കൂടുതലാണ്. അതുകൊണ്ട് കാഴ്ചപ്പാടും വളരെ വ്യക്തതയോടുകൂടി അവർ നിലനിർത്തി പോരുന്നുണ്ട്. സല്യൂട്ട് ചെയ്യണം ചില സ്ത്രീകളെ. അടുത്തതായിട്ട്, സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഗന്ധങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് വളരെ കൂടുതലാണത്രേ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ കള്ള് കുടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആ കള്ളിൻ്റെ രൂക്ഷഗന്ധം മാറ്റുവാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ പെങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും ആ ഗന്ധം തിരിച്ചറിയുന്നുണ്ട്. ഗന്ധങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ പെണ്ണിനുള്ള കഴിവ് ഒന്ന് വേറെയാണ് എൻ്റെ ചങ്ങാതി. വീണ്ടും സ്ത്രീകൾക്ക് ബുദ്ധിസാമർഥ്യം കുറവാണെന്ന് ആരൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് പുരുഷൻ ബുദ്ധിശാലിയാണ്, സ്ത്രീ അത്രയ്ക്ക് ബുദ്ധിയുള്ള ആളല്ല. മണ്ടിപ്പെണ്ണെന്നും പൊട്ടിപ്പെണ്ണെന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കുന്നുണ്ട്. എന്തൊരു തെറ്റാണത്. ശരിയാണ്, 9% വലിപ്പക്കുറവ് സ്ത്രീയുടെ തലച്ചോറിനുണ്ട്. പക്ഷേ ബ്രെയിൻ സെൽസിൻ്റെ എണ്ണം തുല്യമാണല്ലോ. അതുകൊണ്ട് ബുദ്ധിയുടെ കാര്യത്തിൽ പുരുഷനേക്കാൾ സ്ത്രീ പിന്നിലാണെന്ന് ഒരു ശാസ്ത്രീയ പഠനവും തെളിയിച്ചിട്ടില്ല. സ്ത്രീകളും വളരെ ബുദ്ധിയോടുകൂടി തന്നെ എല്ലാവരെയും ലോകത്തെ മുഴുവനും നോക്കി കാണുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഇനി ചില ആളുകൾ പറയും,